കഴിഞ്ഞ ദിവസം മുട്ടിച്ചാറ് ഉണ്ടാക്കാൻ വേണ്ടി മുട്ടി വാങ്ങിയായിരുന്നില്ലേ, അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാവേ. മുട്ടി നല്ലോണം തന്നെ കഴുകിയിട്ട് കുക്കറിൽ ഒരു 20 വിസിലെങ്കിലും അടിക്കണം കേട്ടോ. അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ 1/4 സ്പൂണോളം ഗരം മസാലയും 1/2 സ്പൂണോളം കുരുമുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് വേണം കേട്ടോ അടിച്ചെടുക്കാനായിട്ട്. ഇതിനകത്തുള്ള തേങ്ങരപ്പിന് വേണ്ടി 2 ജീരകവും 2 നുള്ളിൽ എടുത്തിട്ടുണ്ട്. ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് തേങ്ങ നല്ല ഫൈനായിട്ട് തന്നെ അരിഞ്ഞോട്ടെ കേട്ടോ. അതിനകത്തോട്ട് വറവിടുക, ഉള്ളിയും വേപ്പിലയും കൂടി വറവിട്ടാൽ മതി. നല്ലോണം കിടന്ന് വെട്ടി തിളക്കണം കേട്ടോ. പിന്നെ ഈ മുട്ടിച്ചാറിന് ഒരുപാട് തിക്കായിട്ടുള്ള ചാറല്ല, ഇത്തിരി ലൂസായിട്ടുള്ള ചാറാണ് കേട്ടോ. ഇതിൻ്റെ മജ്ജ കഴിക്കാനാണ് ഈ എല്ലുമേലൊന്നും ഇല്ല കേട്ടോ. ആ മജ്ജയിൽ നിന്നാണ് ആ ഒരു എണ്ണ തെളിഞ്ഞേക്കണേ കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറേ നാളത്തെ ഉണ്ടാക്കിയതാണ്. ഇത് കുക്കറിൽ വേവിക്കുമ്പോൾ നല്ലോണം തന്നെ വേഗണം കേട്ടോ, എന്നാൽ ആ മജ്ജയുടെ ടേസ്റ്റ് വരത്തുള്ളൂ. ഞാൻ ആ മുട്ടി ചില്ല് പ്ലേറ്റുമ്പോൾ ഇട്ട് കൊത്തിയപ്പോഴേക്കാളും എനിക്ക് പിണക്കം കിട്ടിയായിരുന്നു. ഞാൻ എന്നിട്ട് സ്റ്റീലിൻ്റെ പ്ലേറ്റിലിട്ടാണ് കൊട്ടിയത് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അത്രയും വേവിച്ചത് കൊണ്ടാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തിരി കൂടി ഗരം മസാലയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെൻ്റെ ഒരു ആൻറ്റിയുടെ റെസിപ്പിയാണ്. എപ്പോഴും ഞാൻ ആൻറ്റിനെ വിളിച്ചാണ്ടോ ഓരോ റെസിപ്പീസ് ചോദിക്കുന്നത്. ഇത് കുറേ നാളെത്തി ഞാൻ വെച്ചേക്കണേ കേട്ടോ. വല്ലപ്പോഴൊക്കെ വെച്ചാൽ മതി കേട്ടോ. നല്ല കൊളസ്ട്രോളാണേ.